ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങുമാ. അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ കുട്ടിക്കാലത്തെ പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ, കാലം കോഴി കൂവിയ മരണം അടുത്തു എന്നാണെന്ന്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളും മുസ്ലിം സഹോദരന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും ചില ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. സിഹിർ എന്ന് പറയുന്ന മന്ത്രവാദം, ആഭിചാരക്രിയ, ബ്ലാക്ക് മാജിക്ക് കുറഞ്ഞു പോവുകയല്ല, കാലം പുരോഗമിക്കും തോറും ചെയ്യുന്നത്. അത് വളരെ കൂടി വരികയാണ്. ഇപ്പോഴൊക്കെ ഡിജിറ്റൽ സിഹിറുകളാണ്. അത് പോട്ടെ, എന്തായാലും ഈ ഒരു സംഗതി, വിശ്വാസം, കാലം കോഴി കൂവിയാൽ മരണം ഉറപ്പാണ് എന്നുള്ളത്, അതൊക്കെ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഞാനിത് പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കളും ഇന്നും ഇത് വിശ്വസിച്ച് നടക്കുന്നുണ്ട്. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലം കോഴി എന്നുള്ളത് കൂവുന്നത്. അതിന് ശബ്ദം അള്ളാഹു കൊടുത്തത് കൊണ്ട്, അത് ഇപ്പോൾ നമുക്ക് ശബ്ദം തന്നുകൊണ്ടല്ല സംസാരിക്കാൻ പറ്റുന്നത് എന്ന പോലെ ഈ ഒരു കാലം കോഴി കൂവുന്നത്, അതിൻ്റെ ശബ്ദം അള്ളാഹു അതിനെപ്പോഴാണ് തോന്നുന്നത് അത് പ്രകടിപ്പിക്കുകയാണ്. അതല്ലാതെ നമ്മളെ വീടിൻ്റെ ഭാഗത്ത് ഈ കാലം കോഴി കൂവിയിട്ട് ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്നാണോ നമ്മളുടെ ആയുസ് തീരുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞുവിടുക, അന്ന് ഈ റൂഹിനെ പിടിക്കും. അത് എല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ്. എല്ലായിടത്തും കാലം കോഴി കൂവുന്നുണ്ടോ? ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിലൊക്കെ ഈ പക്ഷി ചിലപ്പോൾ ഒരു മരണ വീടിൻ്റെ ചുറ്റുവട്ടത്തോ പൊന്തയിലോ ഇരുന്നിട്ട് ചിലപ്പോൾ കൂവിയിട്ടുണ്ടാവും. അതിൻ്റെ കൂവൽ കേട്ടിട്ട് പോവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരണം അടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ ശൈത്താൻ ഇങ്ങനെ ഈ ഒരു ഇതിനെ കൊണ്ട് കൂവിക്കുന്നതുമാവാം. അല്ലെങ്കിൽ ശൈത്താൻ പല കോലത്തിനും വന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശൈത്താന്മാർ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ശബ്ദങ്ങൾ ഉണ്ടാക്കാനും മതി. അപ്പോൾ എങ്കിൽ പോലും ചില ആളുകളുടെ ഇത്ര വിശ്വാസങ്ങൾ ഒരിക്കലും ഈ 2025 അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അന്ധവിശ്വാസമാണ് കറുത്ത പൂച്ച, കറുത്ത നായ വാഹനത്തിൻ്റെ മുന്നിൽ വട്ടം ചാടിക്കഴിഞ്ഞാൽ ചില ആളുകൾ അരമണിക്കൂറോളം, 1 മണിക്കൂറോളം ഒക്കെ, 1 മണിക്കൂറൊന്നും ഉണ്ടാവില്ല, ഒരു 3/4 മണിക്കൂർ വാഹനം നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഈ നായക്കറിയിൽ ഇത് വാഹനമാണെന്നുള്ളത്. അള്ളാഹു ആ നായക്ക് കറുത്ത നിറം കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് വെച്ചിട്ട് അത് പിശാചാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പൂച്ച വാഹനത്തിൻ്റെ മുന്നിൽ വട്ടം ചാടി, ഇനി അപകടമാണ് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ അന്ധവിശ്വാസം മനസ്സിലിട്ട് ചിന്തിച്ച് കയറ്റിയിട്ട് അവൻ്റെ മനസ്സ് വളരെ തളർന്നു പോയ അവസ്ഥയിൽ അവനിനി വണ്ടി ഓടിക്കാൻ തന്നെ ഒരു ഫ്ലോ പോയി, അവൻ്റെ എല്ലാം അവിടെ നഷ്ടപ്പെട്ടു ഈ ഒരു വിശ്വാസം കാരണം. അങ്ങനെ ഇവനെന്ത് ചെയ്തു? അവൻ്റെ ബാലൻസ് തെറ്റിയിട്ട് അങ്ങനെ തട്ടി, ഇങ്ങനെ തട്ടി. അത് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ച് ഇവനെ കൊണ്ടുപോയിട്ട് ആ ഒരു അപകടത്തിലേക്ക് ഇടും. പിശാചിനെ നമ്മളെ എങ്ങനെയെങ്കിലും അള്ളാഹുവിൽ നിന്ന് അകറ്റി പിശാചിൻ്റെ പിഴച്ചായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ശകുനം കാണുന്നത് വളരെ നല്ലതാണ് എന്ന് ചില ആളുകളെ കാണുന്നത് നല്ലതാണ് എന്നും ചില ആളുകളെ കാണുന്നത് കെട്ടതാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വളരെ വലിയ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടത്. ഇന്നും ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ മോശമാണ് എന്നുള്ളത് അയാൾക്ക് തോന്നിയിട്ട് അയാൾ വീട്ടിലേക്ക് തന്നെ കയറി പോകുന്നൊരവസ്ഥ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മളൊരാളെ ശകുനം കണ്ടാൽ ഇത് നല്ല കേസാണ്, ചില ആളെ കണ്ട മോശമാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രശ്നങ്ങളാണ്. പിശാച് ഓരോന്ന് ഇട്ട് തരികയാണ്. അങ്ങനെ ആ പിശാച് നമ്മളെ ഓരോന്ന് ഇട്ട് തന്ന് ലാസ്റ്റ് നമ്മളെ അന്ധവിശ്വാസികളാക്കി മാറ്റുകയാണ്. പിശാചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിന്ന് അകറ്റി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കാലഘട്ടത്തിൽ മുതൽ ഉള്ള പ്രശ്നങ്ങളാണ് പിശാച് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിശാച് ഈ ശകുനം കാണുക എന്നുള്ളത്, അള്ളാഹുവാണ് നമ്മൾ ഒരു ദിവസത്തെ സന്തോഷവും ദുഃഖവും നിശ്ചയിക്കുന്നത്. നമുക്ക് തരുന്ന ഭക്ഷണം അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്, അല്ലാതെ ശകുനക്കാരനല്ല. ഇന്ന് അവനെ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഇത് മനസ്സിലേക്ക് പിശാചൊരു
പ്രോഗ്രാം ഇട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ തന്നെ ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് തരാം. ആ പ്രോഗ്രാമിന് തിരക്കഥ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇന്നൊക്കെ ഇങ്ങനെയൊക്കെയോ ചെറിയ കൈപ്പിഴ ജോലിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് അവനെ കണ്ടുകൊണ്ടാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം വിശ്വാസങ്ങൾ നമ്മളെ മനസ്സിലിടാൻ പാടില്ല. നമ്മുടെ നെയ്യത്ത് നമ്മുടെ റബ്ബ് നമ്മളൊരു ദിവസം എന്താണോ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്, അത് സുഖവും ദുഃഖവും ഒരു ദിവസത്തിൽ എങ്ങനെയാണ്, അത് റബ്ബാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ്, നമ്മുടെ ശ്വാസം, അതൊക്കെ അള്ളാഹു അല്ലേ തരുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്? അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പല്ലി ചിലച്ച സത്യമാണ്. പല്ലിക്ക് റബ്ബ് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പല്ലിക്ക് തോന്നുന്ന സമയത്ത് ചിലക്കുമ്പോൾ നമ്മൾ പല്ലി ചിലച്ച സത്യമാണ്. ഈ പല്ലിനെ കൊണ്ട് പിശാച് ചലിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ അന്ധവിശ്വാസം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെല്ലെ നമ്മൾ ചില വിശ്വാസങ്ങളിലേക്ക് പോയി നമ്മൾ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പിശാച് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ഈമാൻ നഷ്ടപ്പെടുത്തി ലാസ്റ്റ് നമ്മൾ ഒരു മനോരോഗിയായി മാറുകയാണ്. അതുപോലെ തന്നെ പല അനാചാരങ്ങളിലും ചില അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ഇതുപോലെയുള്ള അനാചാരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പല്ല് ചിലച്ച സത്യമാണ്, കാലം കോഴി കൂവിയാൽ മരണം എടുത്തു എന്നാണ്. ഇതൊക്കെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് സിഹറാണ്, എന്ത് ചെയ്താലും സിഹറാണ്, എന്ത് തട്ടുമുട്ട് വന്നാലും സിഹറാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ സിഹർ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല. ഈ ആഭിചാരം, മന്ത്രവാദം അതൊക്കെ ഉള്ളത് തന്നെയാണ്. പ്രത്യേക അള്ളാഹുവിൻ്റെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ചെയ്യുന്ന ചികിത്സകളുണ്ട്, ഇസ്മിൻ്റെ ചികിത്സകളുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ ഖുർആനികമായി ചികിത്സിക്കുന്ന ആളുകളുണ്ട്. അതവിടെ പോയിട്ട് ബാത്തിലാക്കുക. അല്ലാതെ അത് നന്നായി ബോധ്യപ്പെട്ടതിന് ശേഷമേ പോകാവൂ. ആദ്യം സിഹർ ഏറ്റ ആളെന്ത് ചെയ്യണം? എനിക്ക് സിഹർ ഏറ്റെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാവണം, അത് ബാത്തിലാക്കാൻ തയ്യാറാവണം. അള്ളാഹു മനസ്സിലാക്കാനും തൗഫീക്ക് നൽകട്ടെ. ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പുറകെ നമ്മൾ പോകരുത്. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.